എന്നെ വിട്ടിട്ടെങ്ങും പോവരുത് അജിത്. പ്ലീസ് എന്നെ വിട്ട് പോവരുത്. എനിക്ക് നീയില്ലാതെ ജീവിക്കാൻ പറ്റില്ല അജിത്. വീട്ടുകാരാവട്ടെ നാട്ടുകാരാവട്ടെ ആര് വേണേലും എന്തും പറഞ്ഞോട്ടെ, എനിക്ക് നീ മാത്രം മതി അജിത്. നീ എന്നെ വിട്ടു പോവരുത് പ്ലീസ്. ഇത്രയും പ്രണയിക്കുന്ന നിന്നെ വിട്ട് ഞാൻ എങ്ങനെ പോകാനാ വീണേ? എന്തിനാണ് നിന്റെ മരുമകളുടെ മേൽ നിനക്ക് സംശയം? അതിന് എനിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് ബാബ. അങ്ങ് തന്ന യന്ത്രവും കൊണ്ട് ഞാനും നന്ദീശനും പോവുമായിരുന്നു. യന്ത്രം പെട്ടെന്നൊരു സൂചന നൽകി, വഴിയും കാണിച്ചു തന്നു. അത് കാണിച്ചു തന്ന വഴി നാഗവനത്തിലേക്കായിരുന്നു. അവിടെ എന്റെ മകൻ തൃശൂലുണ്ടായിരുന്നു. യന്ത്രം കാണിച്ചു തന്നതും എന്റെ മകൻ തൃശൂലിനെ അവിടെ കണ്ടതും ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോ എന്റെ മകനാണ് ശത്രു എന്ന് കരുതി അവന്റെ പിന്നിലൂടെ ചെന്ന് അവന്റെ തലയിൽ ഞാൻ അടിച്ചു. എന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് ഞാൻ അവനോട് കാര്യങ്ങൾ ചോദിച്ചു. അവനെ അവിടേക്ക് കൊണ്ടുപോയത് ശിവാനിയാണെന്ന് പറഞ്ഞു. അല്ല ബാബ, വിദേശത്തുനിന്ന് ഈയിടയ്ക്ക് വന്നവൾ ആ അമ്പലത്തെക്കുറിച്ച് എങ്ങനെ അറിയാനാ? അവളോട് ചോദിച്ചപ്പോ മുൻപ് 2-3 തവണ അവള് പോയിട്ടുണ്ടെന്നും പറഞ്ഞു അവിടേക്ക്. ആ ഒരു കാരണം കൊണ്ടാണോ അവളുടെ മേൽ നിനക്ക് സംശയം തോന്നിയത്? സംശയിക്കാൻ ഇനിയും കാരണങ്ങളുണ്ട് ബാബ. അവള് വീട്ടിലേക്ക് വന്നപ്പോ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് അവള് നൽകിയ ഉത്തരങ്ങൾ എന്നിൽ സംശയം ജനിപ്പിച്ചു. ഞങ്ങളവിടെ ചെന്നപ്പോ തൃശൂല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ശിവാനി ഉണ്ടായിരുന്നില്ല. തൃശൂലിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് അവള് വന്നത്. നാഗവനത്തിലേക്ക് അവള് കൂട്ടിക്കൊണ്ടുപോയ അവളുടെ ഭർത്താവ് വീട്ടിലേക്ക് തിരിച്ചു വന്നോന്ന് പോലും അവൾ ആരോടും ചോദിച്ചില്ല. എനിക്ക് അതാണ് സംശയം ഉണ്ടാക്കിയത് ബാബ. നീ ഇപ്പോൾ പറഞ്ഞത് കേട്ടപ്പോൾ നമുക്കുറപ്പായിട്ടും അതിനെക്കുറിച്ച് ചിന്തിച്ചേ മതിയാവും. നിന്നെപ്പറ്റി അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കാണും. അല്ലെങ്കിൽ നിന്നെപ്പറ്റി മനസ്സിലാക്കിയതിനു ശേഷം നിന്റെ വീട്ടിൽ വന്നതായിരിക്കും. അല്ലാതെ അവള് നാഗവനത്തിലേക്ക് പോകാൻ ഒരു സാധ്യതയുമില്ല. അല്ല ബാബ, അവൾക്ക് നാഗവനത്തെ പറ്റി എന്തെങ്കിലും അറിവുണ്ടെങ്കിലോ? ഇല്ല, അറിയാൻ പാടില്ല. അറിഞ്ഞാൽ അപായം ഉറപ്പാണ്. നീ സൂക്ഷിച്ചോ ദിഗ്വിജയ. ശിവാനി, നാഗവനത്തിൽ പോയപ്പോ എന്റെ ഓർമ്മയില് ആരുടെയോ തലയ്ക്ക് അടികിട്ടിയ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? അല്ല, അവന്റെ തലയ്ക്ക് അടി കിട്ടിയ സമയത്ത് എന്റെ തല വേദനിച്ച എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വീണ്ടും എന്റെ ചോദ്യങ്ങളെല്ലാം ചോദ്യങ്ങളായിട്ട് തന്നെ നിൽക്കാം. നീ അവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ ചിലപ്പോ നിന്റെ സംശയങ്ങൾക്കൊക്കെ മറുപടി കിട്ടിയേനെ. എന്തുത്തരം കിട്ടാന്? ബോധം പോയി കിടന്ന എന്നെ ഇവിടേക്ക് അച്ഛൻ എടുത്തോണ്ട് വന്നേ. അവിടെ എന്തിനാ കിടന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ശിവാനി, നാഗവനത്തിൽ പോയ സമയത്ത് എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വളരെ അടുത്ത് തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. നാളെ നമുക്ക് ഒന്നുകൂടി പോയിട്ട് വന്നാലോ? വേണ്ട, ഇപ്പൊ തന്നെ വീട്ടിലെല്ലാവർക്കും എന്തൊക്കെ സംശയങ്ങളുണ്ട്. അവരെന്തെങ്കിലും ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. കുറച്ചു ദിവസത്തേക്ക് നമ്മൾ എങ്ങോട്ടും പോകണ്ട. ഉത്തരം കിട്ടണമെന്നുള്ള ആകാംക്ഷ നിനക്ക് എത്രമാത്രം ഉണ്ടോ അത്ര തന്നെ ആകാംക്ഷ എനിക്കുണ്ട് തൃശൂർ. ഇപ്പൊ നമ്മൾ വെറുതെ തിരക്ക് കൂട്ടണ്ട. എപ്പോഴാ അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് ഞാൻ പറയാം. അതുവരെ കാത്തിരിക്കാൻ എനിക്ക് വയ്യ ശിവാനി. എനിക്ക് വീണ്ടും നാഗവനത്തിലേക്ക് പോയേ പറ്റൂ.
എന്റെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരം കിട്ടിയേ മതിയാവും. ഞാൻ ഉറപ്പായിട്ടും പോകും. അങ്കിൾ, വെള്ളം. താങ്ക് യു മോളെ. അങ്കിൾ, എന്തോ വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നല്ലോ. ജ്യൂസ് എടുത്തിട്ട് വരട്ടെ? വേണ്ട മോളെ, ഇപ്പൊ സോറി ചേച്ചി, ഞാൻ ശ്രദ്ധിച്ചില്ല. വിട്, സാരമില്ല. ഞാനാ നോക്കാതെ വന്നേ. വേണ്ട ചേച്ചി, ഞാൻ ക്ലീൻ ചെയ്തോളാം. ശരി. മഞ്ഞള് ശരീരത്ത് വീണതിനു ശേഷം എനിക്കെന്തോ ക്ഷീണം തോന്നുന്നല്ലോ. വീട്ടിലുള്ളവരാരെങ്കിലും ഇത് കണ്ടാൽ ശരിയാവില്ല. മുതലാളി, ബാബയുടെ അടുത്ത് പോയിട്ട് എന്തായി? എന്താ പറഞ്ഞേ? വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? പ്രശ്നമുണ്ട്, സൂക്ഷിക്കാനാ പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാല് നന്ദീശ, നീ അത് കണ്ടോ? പാമ്പിഴിഞ്ഞ പാടല്ലേ അത്? മുതലാളി, എന്താ ഇത്? ഇതെങ്ങനെ ഇവിടെ വന്നത്? അപ്പൊ ബാബ പറഞ്ഞ കാര്യം സത്യമായിരിക്കുന്നു. അകത്തേക്ക് പോയ പാടുണ്ട്, പക്ഷെ പുറത്തേക്ക് വന്ന പാട് കാണുന്നില്ല. അപ്പൊ ആ നാഗം വീട്ടിലുണ്ടാവൂലേ? വീട്ടിലേക്ക് വന്ന നാഗമാണോ അതോ വീട്ടിലുള്ള നാഗമാണോ എന്ന് നമുക്ക് നോക്കാം. വാ. മുതലാളി, നാഗം ശിവാനിയുടെ മുറിയിലേക്കാണല്ലോ പോയത്. ഉണ്ട് അന്തീശ, ശിവാനിയുടെ റൂമിൽ തന്നെ ഉണ്ട്. നമ്മളെ ശല്യം ചെയ്യുന്ന നാഗം ശിവാനിയുടെ റൂമിൽ തന്നെ ഉണ്ട്. ഇനിയും ഇതിനെ നമ്മൾ ജീവനോടെ വിടാൻ പാടില്ല. ശിവാനി, ആരാ? മോളെ, ഇത് ഞാനാ. നീ വാതിൽ തുറക്ക്. ഇല്ല, ശരിയാവില്ല. ഈ പാമ്പിന്റെ പടം ആരും കാണാൻ പാടില്ല. എന്താ ചെയ്യാ? വേഗം നീ വാതിൽ തുറക്ക്. വരുവാ. അങ്കിൾ, അങ്കിൾ, എന്തു പറ്റി? എന്തായി നോക്കുന്നത്? ഇവിടേക്ക് ഒരു പാമ്പ് വന്ന് കയറിയിട്ടുണ്ട് ശിവാനി. പാമ്പോ? ഇല്ലല്ലോ, ഇവിടെ പാമ്പ് വരാൻ ഒരു സാധ്യതയില്ല. സാധ്യതയുണ്ട്. വാ, കാണിച്ചു തരാം. ദേ നോക്ക്. മഞ്ഞള് കാല് വെച്ചുകൊണ്ടാ ഇങ്ങനെയെന്ന് തോന്നുന്നു. ഇവർക്കിനി എന്നെ സംശയം തോന്നാതിരുന്നാ മതിയായിരുന്നു. അയ്യോ, പടത്തിന്റെ ഒരു കഷ്ണം അവിടെ കിടക്കുന്നില്ല. ഇപ്പൊ എന്താ ചെയ്യാ?
ഇതെങ്ങനെ എവിടെ വന്നത്? അവൾക്ക് എങ്ങനെ അറിയണം മുതലാളി? അപ്പൊ പാമ്പ് വന്നു എന്നുള്ളത് സത്യമാണ്. നീ സൂക്ഷിക്കണം. ഞാനിവിടെ ഉള്ളിടത്തോളം അതിനിവിടെ ആരെയും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ബാബാ, എന്താ ദിഗ്വിജയ? നമ്മൾ ഇത്രയും നാളും അന്വേഷിച്ച് നടന്ന ആ നാഗത്തിന്റെ പടമാണ് ബാബാ ഇത്. ഇതുകൊണ്ട് നമുക്കെന്തെങ്കിലും ഉപയോഗമുണ്ടോ ബാബാ? ശല്യം ചെയ്യുന്ന ആ നാഗത്തെ പറ്റി എന്തെങ്കിലും സൂചന കിട്ടുമോ? നിനക്കിത് എവിടുന്ന് കിട്ടി? എന്റെ മരുമകളുടെ റൂമിൽ നിന്ന് കിട്ടിയതാണ് ബാബ. നാഗറാണി എന്റെ മരുമകളുടെ രൂപത്തിലാണോ അതോ എന്റെ മരുമകൾ തന്നെയാണോ നാഗറാണി എന്ന് നമുക്കറിയാൻ പറ്റുമോ ബാബ? തീർച്ചയായും ദിഗ്വിജയ, ഈ ഒരു പടം മാത്രം മതി. ആ നാഗം എവിടുണ്ടെന്നും ഏതവസ്ഥയിലാണെന്നും നമുക്കറിയുവാൻ. എന്നിട്ടതിനെ ഇല്ലായ്മ ചെയ്യണം നമുക്ക്. ഓം നമോ മഹാകാളി നമഃ. ഓം നമോ മഹാകാളി നമഃ. കാണ്ഡവ വനത്തിൽ സർപ്പദഹനം നടന്നതുപോലെ എവിടെയായിരുന്നാലും ആ ഇച്ഛാധാരി നാഗം വെന്തു വെന്തു മരിക്കും. നിന്റെ വീട്ടിലുള്ള ആ ഇച്ഛാധാരി നാഗം ഇപ്പോൾ തന്നെ ഇരിക്കപ്പൊറുതിയില്ലാതെ വെന്തുരുകാൻ തുടങ്ങിയിട്ടുണ്ടാവും. അതിനിയും നിന്റെ വീടിന് പുറത്തു വരുവാൻ ഇനി അല്പസമയം കൂടിയേ കാത്തിരിക്കേണ്ടതുള്ളൂ. അയ്യോ, ഇതെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ശരീരം മുഴുവൻ ചുട്ടുപൊള്ളാണല്ലോ. അമ്മേ, അമ്മേ. പരമേശ്വര, ശിവാനി, പറ്റുന്നില്ല. ശിവാനി, ശിവാനി എന്ത് പറ്റി നിനക്ക്? ശിവാനി, ശിവാനി പറയ് ശിവാനി, എന്താ പറ്റി നിനക്ക്? മനസ്സിലാവുന്നില്ല തൃശൂൽ. ശരീരമെല്ലാം ഒരുപാട് വെന്ത് പൊള്ളുന്ന പോലെ, തേയില വീണത് പോലെ തോന്നുന്നു. ശിവാനി എഴുന്നേക്ക് ശിവാനി, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട തൃശൂൽ, എനിക്ക് എങ്ങോട്ടും വരാൻ പറ്റില്ല. ആരും എന്നെ ചുടുന്നത് പോലെ തോന്നുന്നു. എന്താ ചുടുന്നത് പോലെയോ? എന്തൊക്കെയാ നീ പറയുന്ന ശിവാനി? എനിക്ക് പറ്റുന്നില്ല തൃശൂർ, ഒരുപാട് പൊള്ളുന്നു. എന്തോ സംഭവിക്കുന്നുണ്ട് എനിക്ക്. ശിവാനി ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാനിപ്പോ വരാം. ഒരു മിനിറ്റ്. അമ്മേ, അമ്മേ. ദൈവമേ, ദൂരെയുള്ള ഒരു വസ്തുവിനെ കൈ കാണിക്കുമ്പോ അതിന്റെ അടുത്തേക്ക് വരാറുണ്ട്. ഓടുന്ന വാഹനത്തിനെ കൈ കാണിച്ചത് നിർത്തണമെന്ന് ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ അത് നിൽക്കാറുമുണ്ട്. ഈ എല്ലാ ശക്തികളും എനിക്ക് ശരിക്കും ഉണ്ടെങ്കിൽ ശിവാനിക്ക് ഇപ്പോൾ ഉള്ള ബുദ്ധിമുട്ട് അതൊന്നും ഇല്ലാതെയാക്കാം. ശിവാനി, ശിവാനി നിനക്കൊന്നും സംഭവിക്കില്ല. ശിവാനി, ഇപ്പൊ എങ്ങനെയുണ്ട് ശിവാനി? സുഖം തോന്നുന്നു തൃശൂർ. നീ ഇപ്പൊ ഓക്കെ അല്ലേ? ആ,
ഇപ്പോഴെല്ലാം മാറി. പൊള്ളുന്നില്ല. ഇതെന്താണ് ശിവാനിക്ക് പറ്റിയത്? എനിക്ക് ഓരോന്ന് തോന്നുന്ന പോലെ ഇവൾക്കും തോന്നുകയാണോ? സംഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ട് മാറിയത് എന്റെ ശക്തി കൊണ്ടാണ്. ഇതിനെല്ലാം ഉത്തരം അവിടേക്ക് പോകുന്നതാ ശരി. ഹലോ നന്ദീശ, നീ എവിടെയാ? ഞാൻ വീട്ടിലുണ്ടല്ലോ. വീടിന് ചുറ്റും നോക്ക്. നമ്മുടെ വീടിന് ചുറ്റും എവിടെയെങ്കിലും വല്ല നാഗവും വീണ് പിടയുന്നുണ്ടോന്ന്. നാഗോ? ആ പാമ്പിന്റെ പടമല്ലേ കൊണ്ടുപോയത്? എന്നിട്ട് ബാബ എന്താ പറഞ്ഞേ? എടാ, പറഞ്ഞ കാര്യം ചെയ്യാതെ നീ എന്നോട് ചോദ്യം ചോദിക്കുകയാണോ? നന്ദീശ, ആ പാമ്പിന്റെ പടം കൊണ്ട് ബാബ ഇവിടെ ചില കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രഭാവം നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും ഇച്ഛാധാരി നാഗങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ തീർച്ചയായും പ്രതിഫലിക്കും. അതുകൊണ്ടാ പറഞ്ഞത് വീടിന് ചുറ്റും പോയി നാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ. നോക്കാം മുതലാളി. നിനക്കെന്താ ഇവിടെ കാര്യം? ക്ലീൻ ചെയ്യായിരുന്നു. എന്നിട്ട് എന്താ കിട്ടിയത് നിനക്ക്? കുറെ സാധനങ്ങള് എവിടെ? ദേ ഇവിടെ കിടക്കുന്നു. എവിടെ? ദേ കിടക്കണത് കണ്ടില്ലേ? ഈ വേസ്റ്റോ? അതെ. നിന്നെയൊക്കെ പണി ചെയ്. മുതലാളി, ഞാൻ ഈ വീട് മുഴുവൻ അരിച്ചു പെറുക്കി നോക്കി. ഇവിടെ ഒന്നും കാണുന്നില്ല. ഒന്നും കാണുന്നില്ലെന്നോ? ഡാ, നീ ശരിക്കൊന്നുകൂടി നോക്ക്. വല്ല പുകയും കാണുന്നുണ്ടോ? എവിടെയെങ്കിലും തീ പിടിച്ചിട്ടുണ്ടോ? ഇല്ല മുതലാളി, ഇവിടെ ഒരു തീയുമില്ല. ആണോ? ബാബ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ പാമ്പ് അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് വീണ് ഉരുളേണ്ടതാണല്ലോ. മുതലാളി ഇല്ല. ശരി, അങ്ങനെ എന്തെങ്കിലും നീ അവിടെ കണ്ട ഉടനെ എനിക്ക് ഫോൺ ചെയ്. ശരി മുതലാളി, ഞാൻ വിളിച്ചോളാം. ബാബ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ സംഭവിക്കേണ്ടതാണല്ലോ. ബാബ, ഞാൻ നന്ദീശന് ഫോൺ ചെയ്തിരുന്നു. അവൻ വീടിന് ചുറ്റും നോക്കി. അവിടെ പാമ്പിനെ ഒന്നും കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പ്, അതിപ്പോൾ വീട്ടിലില്ല. ബാബ, എനിക്കൊരു ചെറിയ സംശയം. എന്ത് സംശയം? എന്റെ മരുമകളുടെ കാലില് മഞ്ഞൾ വീണിരുന്നു. അതിനുശേഷം അവള് പോയ വഴിക്ക് പാമ്പിന്റെ പാടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് എന്റെ മരുമകളുടെ മേൽ സംശയം വന്നത്. സംശയം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ദൂരീകരിച്ചേ മതിയാകൂ ദിഗ്വിജയ. അല്ലാത്ത പക്ഷം പ്രാണൻ അപകടം സംഭവിക്കുവാനും സാധ്യതയുണ്ട്. എങ്ങനെയാണ് ബാബ ആ സംശയം അകറ്റുന്നത്? അതിന് വഴിയുണ്ട്. ഇത് ശക്തിശാലി ദണ്ഡചൂർണം. സർവ സർപ്പങ്ങളെയും കൊന്നുകളയുന്ന ഗരുഡപക്ഷിയുടെ നഖം കൊണ്ടും കൊക്കുകൊണ്ടും ഉണ്ടാക്കിയ ഗരുഡ ശക്തിയെ ഒന്നടങ്കം ആവാഹിച്ചെടുത്ത മഹാശക്തിശാലി ചൂർണമാണിത്. ഇത് അവളുടെ മേൽ പ്രയോഗിക്കൂ. അവൾ ഒരു യഥാർത്ഥ ഇച്ഛാധാരി നാഗമാണെങ്കിൽ ആ ക്ഷണം തന്നെ രൂപമാറ്റം സംഭവിക്കുന്നതാണ്. ഈ ഗരുഡ ശക്തിക്ക് മുന്നിൽ നാഗശക്തിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. നിന്റെ സംശയം സത്യമാണെങ്കിൽ അവൾ ഒരു നാഗമായി മാറി ഈ ഗരുഡ ശക്തി താങ്ങാനാവാതെ മരിക്കുന്നതാണ്. ഇതാ. എന്റെ ഓർമ്മ നഷ്ടപ്പെട്ടത് ഇവിടെ വെച്ചല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉത്തരവും ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. അതിനുള്ള ഉത്തരം അങ്ങ് തന്നെ എനിക്ക് തരണം. പരമേശ്വര, സമസ്ത ദിക്കുകളുടെയും നാഥ, ദൈവമേ, എന്നെ എനിക്ക് നഷ്ടമായി. ദൈവമേ, എന്റെ മുന്നിൽ ഒരു വഴിയും കാണുന്നില്ല. അങ്ങ് തന്നെ എനിക്ക് വഴി കാട്ടിത്തരൂ. എന്റെ ജീവിതത്തിലുള്ള സംശയങ്ങളെല്ലാം അങ്ങ് തന്നെ പരിഹരിച്ചു തരണം. ഞാൻ ആരാണ്? എന്റെ സ്വപ്നത്തിൽ വന്ന് ശല്യപ്പെടുത്തുന്നവൻ ആരാണ്? എന്റെ എതിരിൽ വന്ന് നിന്നവൻ ആരാ? എല്ലാത്തിനും എനിക്ക് ഉത്തരം വേണം ദൈവമേ. ഇതിനെല്ലാത്തിനും ഉത്തരം വേണം എനിക്ക്. എല്ലാ സംശയങ്ങൾക്കും ഉത്തരം ലഭിക്കാനുള്ള ആശീർവാദം എനിക്ക് തന്നാലും